ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞു വിൻഡ് ടർബൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് സാധനങ്ങൾ മാത്രമേ അതിന് ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടെന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ഞാനൊരു പേപ്പറിൽ കുറച്ച് ലൈൻസ് ഇട്ടെടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഓരോ ലൈനും ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു ക്യാൻ എടുത്തിട്ട്, അതായത് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പെപ്സിയോ സെവനപ്പോ മിറിൻ്റെയോ ഏതിൻ്റെങ്കിലും ഒരു ക്യാൻ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ സെൻറ്റിമീറ്ററിലും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ക്യാനിൻ്റെ 2 വശത്തും, അതായത് താഴത്തും അതുപോലെ മുകൾ വശത്തും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പേപ്പർ സത്യത്തിൽ ഇതിൻ്റെ ഒരു പാർട്ടല്ല, ജസ്റ്റ് ഒരു ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പേപ്പറിൻ്റെ ആവശ്യം നമുക്കില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഓരോ ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു കാർഡ്ബോർഡിൽ ഒരു ആർച്ച് രൂപത്തിൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് അത് ഈ ക്യാനിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക. അങ്ങനെ ഓരോ സെൻറ്റിമീറ്ററിലും നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വെച്ചിട്ടും നമ്മൾ ഫുള്ളായിട്ട് ഇത് വരച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബോട്ടിൽ ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് വരച്ചത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഈ വരച്ച വരയിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അധികം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻ ചളുങ്ങിപ്പോവും. അതുകൊണ്ട് വളരെ സാവധാനത്തിൽ ക്ഷമയോടെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഭാഗം നമ്മൾ കട്ട് ചെയ്തു. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, വളരെ കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് കറക്റ്റ് മിഡിലായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഹോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്ത ഓരോ ഭാഗവും ഇതുപോലെ പുറത്തേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതേ പ്രൊസീജിയർ തന്നെയാണ് താഴെ വശത്തും നമ്മൾ ചെയ്യുന്നത്. 2 വശത്തു നിന്നും ഇതുപോലെ പുറത്തേക്ക് നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഇതിനൊരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ഹാങ്ങറാണ്. അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബെൻഡൊക്കെ ഒന്ന് നിവർത്തി സ്ട്രൈറ്റ് ആക്കി എടുക്കണം. ഏകദേശം സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പം ഒരറ്റം കുറച്ച് നീളം കൂടുതലും ഒരറ്റം കുറച്ച് കുറവുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ പിരിച്ച ഭാഗം നമ്മൾ മുകളിലേക്ക് ബെൻഡ് ചെയ്ത് നോക്കുക. നീളം കുറഞ്ഞ വശം സെൻറ്ററിലേക്ക് മടക്കിയതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ബെൻഡ് ഇട്ട് കൊടുക്കുക. ഇനി മുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വശം നമുക്ക് അതേപോലെ തന്നെ ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ഇപ്പോഴുള്ള ആ ഒരു ഹൈറ്റാണ്. ഇതിൻ്റെ അറ്റവും താഴേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ടർബൈന് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റൂമിൻ്റെ അകത്തായത് കാരണം വലിയ കാറ്റൊന്നും ഇല്ലാത്തത് കാരണം ഇത് കറങ്ങുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് തട്ടിക്കൊടുത്താൽ തന്നെ കുറേ നേരത്തേക്ക് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വളരെ വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് ചെറിയൊരു കാറ്റ് മതി ഇത് കറങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കാം. അപ്പം ജസ്റ്റ് ഞാൻ റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇത് കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. കണ്ടോ ഫ്രണ്ട്സ്, ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ടർബൈൻ്റെ സ്പീഡ് കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കിതിനെ ഗാർഡനിലൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ച് നോക്കാം. കണ്ടില്ലേ, കുറച്ച് കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് നല്ല സ്പീഡിലാണ് ഇതിപ്പോൾ കറങ്ങുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു അണ്ടർ വാട്ടർ
ക്യാൻഡിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്.